ഇറ്റ്സ് മീ ഷെലിയാസ് ഫ്രം കോഡ് ഡിസൈൻ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു സെറ്റാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ ഇന്നലെ ഇതിന്റെ ഏകദേശം കാറ്റഗറി വരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ജാം കോട്ടൺ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് കാണിക്കുന്നത് അതേ ഒരു കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്, പക്ഷെ മസ്ലിൻ സിൽക്കും പറ്റുന്ന ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. സാധാരണ മസ്ലിൻ സിൽക്ക് ദുപ്പട്ടകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരു 1800 ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അതിന്റെ കൂടെ തന്നെ കുറച്ചും കൂടെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ മസ്ലിൻ സിൽക്ക് ദുപ്പട്ട ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് മസ്ലിൻ സിൽക്ക് ദുപ്പട്ട. തലയിലിട്ട ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അവിടെ കിടക്കുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്ന പീസ് പെട്ടെന്ന് അക്കൗണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, അത് താഴെ നമ്പറിൽ മെസ്സേജ് ചെയ്തോട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവരൊക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഡിഡിസിയും പോസ്റ്റൽ സൗകര്യം. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഉള്ളവർക്ക് സെലക്ട് ചെയ്യാം, റീപ്ലേസ്മെന്റ് റിഫണ്ടിൽ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൊഡാൾ സിൽക്കിന്റെ പ്രീ ബുക്കിങ്ങിന്റെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. കാരണം കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്, വീഡിയോയിൽ പറയുന്ന ടൈമിൽ അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തന്നെ ഫസ്റ്റ് വണ്ണ് വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ. പീച്ച് കളറും നല്ലൊരു പീകോക്ക് ഗ്രീൻ കളറും കൂടെ വരുന്ന അടിപൊളി ഒരു പീസാണ്. വിത്ത് ഫുൾ ഓഫ് നോക്കിയാൽ സെറിയും അതുപോലെ തന്നെ നല്ല സ്റ്റോണും വെച്ചിട്ടുള്ള ഇത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് നമ്മൾ നോർമലി വിസ്കോസ് മസ്ലിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് അതിനേക്കാളും കംഫർട്ടബിൾ ആണ്. ഒരു സിൽക്കി ഫീല് വരുന്ന മസ്ലിൻ സിൽക്ക് മെറ്റീരിയലാണ്. ദുപ്പട്ടയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഈ ഒരു കാറ്റഗറിയുടെ. ക്രേപ്പ് ലൈനിങ് ആയിരിക്കും ഇതിൽ ബെസ്റ്റ് ആയിട്ടിരിക്കുക. നല്ല ഫിനിഷിങ് ഉണ്ടാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഇടുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കിടക്കും. ഒന്നാമത് നമ്മൾ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം, അപ്പോഴാണ് ഒന്നും കൂടെ നല്ല എന്താ പറയുക ലുക്ക് വരുള്ളൂ കേട്ടോ. അത് നല്ല പാൻറ്റ്. യെസ്, അപ്പോൾ ഫ്രണ്ട് ബാക്കും സെയിം പ്രിന്റ് ആണ് വരുന്നത്. ഫുള്ളി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ലോവർ ഏരിയ ഫുള്ള് ഹൈലൈറ്റ് ആണ് ടോപ്പിൻ്റെ കേട്ടോ. ഇത് സ്ലീവിന്റെ ഏരിയയും അങ്ങനെ തന്നെയാണ്. ഈ സ്റ്റോൺസും അതുപോലെ സെറിയും വെച്ചിട്ട് സ്ലീവ് പോർഷനും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലീവിലേക്ക് വരുന്ന ഡിസൈന് സ്ലീവിന്റെ പോർഷൻ ഇതാണ് വരുന്നത് കേട്ടോ. ഇത് ടോപ്പിന്റെ പോർഷനാണ്. നമുക്ക് അഡ്ജസ്റ്റ് അത് തിന്നായിട്ടുള്ള ആളുകളാണെങ്കിൽ സ്ലീവിലേക്ക് അത് കിട്ടും കേട്ടോ. പിന്നെ ദുപ്പട്ട വരുന്നത് മസ്ലിൻ സിൽക്കാണ്. നോക്കിക്കേ, നല്ല കംഫർട്ടബിൾ ആണ്. വിസ്കോസ് മസ്ലിൻ കുറച്ചും കൂടെ ഒരു സിൽക്കി ഫീൽ വരുന്നത് നല്ലൊരു ഉണ്ടാ ഇങ്ങനെ വരും. തിന്നുമാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതിന് ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻഡിലായിട്ട് ഈ ചെറിയൊരു സെറി ബോർഡർ പോലെ ഒരു ചെറുതായിട്ടൊരു ഇതുണ്ടായിരിക്കും, പക്ഷെ അതിങ്ങനെ നല്ല ഫിനിഷിങ് ഉണ്ടായിരിക്കും നമ്മൾ ദുപ്പട്ട സമയത്ത്. നല്ല കംഫർട്ടബിൾ ആണ്. ഇതാണ് നല്ലൊരു പീച്ച് കളർ. വീഡിയോയിൽ ഭയങ്കര ഒരു ബ്രൈറ്റ് കളർ ആവും, അത്ര ബ്രൈറ്റ് അല്ല കേട്ടോ. നല്ലൊരു പീച്ചാണ്. പീകോക്ക് ഗ്രീനോട് കോമ്പിനേഷൻ ഉണ്ടാവും നല്ലൊരു പീച്ച് കളറില്ലേ, ഒരു റയർ ഷെയ്ഡാണ്, രസമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അത്. അടുത്തത് വരെ സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു പീകോക്ക് ഗ്രീൻ കളറിൽ വരുന്നതാണത്. പീകോക്ക് ഗ്രീൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ്. ഡസ്റ്റി ഷെയ്ഡിൽ വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ കേട്ടോ. അതിലേക്ക് ബ്രിക്ക് റെഡ് കൂടെ വരുന്നൊരു കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ. ടോപ്പിന്റെ അടിയിലേക്കായിട്ട് ഇതുപോലെ ഫുള്ള് സെറിയും സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഭയങ്കര ലോക്കലായിട്ടുള്ള ഒരു ഇതല്ല കേട്ടോ, വർക്കല്ല. അതുപോലെ മസ്ലിനാണ് ടോപ്പ് മെറ്റീരിയൽ വരുന്നത്. കോട്ടൺ ബോട്ടം ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് വന്നപ്പോൾ നല്ല രസമായിട്ടുണ്ട്. ആ ഒരു ബോട്ടിൽ ഗ്രീൻ എന്ന് പറയുമ്പോൾ പക്കാ ബോട്ടിൽ ഗ്രീൻ അല്ല, ഒരു പീകോക്ക് ഗ്രീൻ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ആ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത് കണ്ട. ദുപ്പട്ടയുടെ ആ ഒരു സെറി പോർഷൻ, അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ആ ലുക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് വൺ വരുന്നത്. വിത്ത് ടെസൽസ് ആണ് കേട്ടോ സെക്കൻഡ് വണ്ണ്. തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു നമ്മുടെ വാടാമല്ലിപ്പൂ ഇല്ലേ, ആ ഒരു കളർ വിത്ത് പീകോക്ക് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ്. ഡിസൈൻ ഒക്കെ സിമിലർ ആണ്. 4 കളേഴ്സാണ് കാണിക്കുന്നത്. കോട്ടൺ ആണ് ടോപ്പ് ബോട്ടം വരുന്നത്. അതുപോലെ മസ്ലിൻ സിൽക്കിൽ വരുന്ന ടോപ്പ് 49 ആയിരിക്കും ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നോക്കി ടോപ്പിന്റെ ലോവർ ഏരിയ ഫുള്ള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെറി സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സെന്റർ പാനലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ട വരുന്നത് നോക്കിയാൽ ആ കളർ കോമ്പിനേഷൻ നോക്കിയാൽ നല്ലൊരു വാടാർ മല്ലിപ്പൂവിന്റെ കളറും അതുപോലെ തന്നെ പീകോക്ക് ഗ്രീൻ കോമ്പിനേഷനും കൂടെ വരുന്നതാണ്. സൈഡ് അല്ലെങ്കിൽ ബോർഡർ ലൈനിലായിട്ടൊരു സെറി വീവിങ് സ്റ്റൈൽ വരുന്നത് ചെറിയൊരു ലൈനാണ് കേട്ടോ. 4 ഇഞ്ചിലൊക്കെ വരുന്ന ലൈൻ വരുന്നതാണ്. നല്ല കംഫർട്ടബിൾ ദുപ്പട്ട. അടുത്തത് വരുന്നത് നല്ലൊരു യെല്ലോ ആണ്. ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു യെല്ലോ ആണ്. ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡും വിത്ത് ക്യാരറ്റ് കളറും കൂടെ വരുന്നതാണ് കേട്ടോ. പക്ഷേ വീഡിയോയിൽ എന്തായാലും നല്ല ബ്രൈറ്റ് ആയിരിക്കും. അത്ര ബ്രൈറ്റ് ഇല്ല. മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. മസ്ലിൻ സിൽക്കാണ് കേട്ടോ. ക്രേപ്പ് ലൈനിങ് ആയിരിക്കും ബെസ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. കോട്ടൺ ആണ് ബോട്ടം വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ്. നല്ലൊരു ക്യാരറ്റ് കളറും അതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ യെല്ലോയും കൂടെ വരുന്നത് കേട്ടോ. 4XL സൈസ് ഉണ്ടായിരിക്കും. അതുപോലെ 49 ലെങ്ത് ഉണ്ടായിരിക്കും കേട്ടോ. ദുപ്പട്ട നോക്കിയ കോമ്പിനേഷൻ കേട്ടോ. ദുപ്പട്ട വരുന്നത് മസ്ലിൻ സിൽക്കിൽ തന്നെ വരുന്ന ദുപ്പട്ട.
അപ്പൊ ഇത്രയും കളേഴ്സ് ആണുള്ളത്, 4 കളേഴ്സ് ആണുള്ളത്, 4 അടിപൊളിയാണ്. പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതായിരിക്കും ബൈ.